പെട്ടിയോടെന്തോ പിണറായിക്ക് ഒരു കൗതുകമാണ്. പിണറായി പെട്ടി കണ്ട പൊക്കും. മരുമോനും അമ്മായിയച്ഛനും ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, അതായത് പെട്ടി ബിസിനസ്. പെട്ടിയിൽ സാധനം കിട്ടി ശീലമായി പോയി. പോലീസും ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ്. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ മുതൽ അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. അൻവർ എന്തായാലും കണക്കിന് കൊടുത്തിട്ടുണ്ട്. കൂടെ നിന്നവനറിയാമല്ലോ തനി സ്വഭാവം. അല്ല, അത് പാലക്കാടും പെട്ടിയുടെ പിന്നാലെ പോയിരുന്നല്ലോ. ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ. കഷ്ടകാലത്തിന് എന്തെങ്കിലും 19,000 റുപ്യ അവരുടെ സ്വാഭാവികമാണ് മനുഷ്യന്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അത് കിട്ടിയാൽ അത് വലിയ വാർത്തയാക്കാം. 12 നീലപ്പെട്ടിയോ? ഇതേതാ പെട്ടിന്റെ കളറ്? അപ്പൊ പെട്ടി നിറഞ്ഞ് അന്വേഷിക്കുക. കാരണം മൂപ്പർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ്. മനസ്സിലായോ? പെട്ടിയിലാണല്ലോ ഈ സാധനം ഇങ്ങനെ വരുന്നല്ലേ. പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കൊക്കെ സാധനം വരുന്നത്. അപ്പൊ പെട്ടിയോടൊരു താല്പര്യം അത് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു ഭയങ്കര അട്രാക്ഷനാണ്. പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുമോ? കാരണം ഒരു 1.5 കോടി 2 കോടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി മുഖ്യമന്ത്രിൻ്റെ ഹൗസിലേക്കോ ഈ പറയുന്ന ഓഫീസിലേക്കൊന്നും വരാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കത്തിൽ നീക്കുമ്പോൾ പെട്ടിയെക്കുറിച്ച് ഓർമ്മ വരും. അതായിരിക്കും ആ പെട്ടി വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വേറെ ഇപ്പോൾ ആരാ നിർദ്ദേശിക്കാൻ? പിണറായി അവസാനിക്കണമെന്ന് ഗോവിന്ദ മാഷ് അടക്കം ആഗ്രഹിക്കുകയാണ്. സ്വരാജിനെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ തോൽക്കണം ആർക്കും ആഗ്രഹം? CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിനാണല്ലോ. ഇവിടെ പരാജയത്തിന്റെ കാരണക്കാരാരാ? നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ വല്ല ഫോട്ടോ സ്വരാജിന്റെ ഫോട്ടോയിലുണ്ടോ? ഇതാ പോസ്റ്ററിലുണ്ടോ? അയാളെ കണ്ടാൽ ജനം വോട്ട് ചെയ്യില്ല എന്നറിയുന്ന ആരാ? CPM-ന്റെ ലീഡർഷിപ്പാണ്. അപ്പൊ അയാൾ വരുമ്പം ഇവർ സൈലന്റ് ആവും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പിണറായി പരാജയപ്പെടണം. ഇനി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം വേറെ ആർക്കെങ്കിലും വേണ്ടേ? മൂപ്പര പരിപാടി എന്താ? 3-ാം ഊഴത്തിന് ഇല്ല എന്നുള്ള പറയുന്നത്. മൂപ്പരിങ്ങനെ ഷെയ്ഡിൽ നിൽക്കുക. പണ്ട് ഗൗരിയമ്മനെ കാണിച്ചില്ലേ? മനസ്സിലായോ? അപ്പോൾ വേറൊരാളെ പ്രൊജക്റ്റ് ചെയ്യും. അന്നൊരു തെരഞ്ഞെടുപ്പ് അനുകൂലമായാൽ ചേട്ടാ ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതൊക്കെ അല്ല, ഇവിടുത്തെ പരിശോധന, ഇവിടുത്തെ എല്ലാം ജനത്തിന് ഗുണമാണ്. മനസ്സിലായില്ലേ? ഇവിടെ ജനമാണ് ജയിക്കാൻ പോകുന്നത്. ആ ജനത്തിൽ UDF ഉണ്ട്, LDF ഉണ്ട്, അല്ലാത്തവരുണ്ട്, രാഷ്ട്രീയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാ മതവിഭാഗമുണ്ട്, മതവിശ്വാസി അല്ലാത്തവരുണ്ട്. അതാണ് ജനം. ദാറ്റ് ഈസ് വാട്ട് ഈസ് പീപ്പിൾസ്. നമ്മൾ പറയില്ലേ, ജനത്തിൻ്റെ ശക്തി ഇവിടെ തിരിച്ചറിയും. ആ ജനത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാധാരണക്കാരായ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇപ്പോൾ നിങ്ങളൊന്ന് ഇറങ്ങി ചോദിച്ചു നോക്കൂ, 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട് കത്രിക. അന്നേരൊക്കെ പോകുമ്പോൾ മോളെ അറിയോ? അൻവർക്കല്ലേ നമ്മുടെ ചിഹ്നം കത്രിക? 2-ലും 3-ലും പഠിക്കുക. നമ്മൾ പ്രചരണം തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. എങ്ങനെ ഇത് പറന്ന് പിടിക്കണത്? ഇവിടെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 2-ലും ഞാൻ ഓട്ടോറിക്ഷയാണ്. അപ്പം എങ്ങനെ ചെറിയ മക്കളുടെ അടുത്ത് നിങ്ങളതൊന്നും ചോദിക്കൂല. നിങ്ങളിങ്ങനെ ചോദിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഇത് കണ്ടിട്ട് ഇങ്ങനെ അമേരിക്കയിലെയും ഇപ്പം അമേരിക്കയിലെ കാര്യമൊക്കെ പറയുന്നത്. ഈ നാട്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനൊന്നും ഇൻ്റർനാഷണലാണ് ഇന്നലെ പറഞ്ഞത്. എന്തൊക്കെയോ എവിടെയൊക്കെ ബോംബിട്ടു. എന്ത് അനീതിയാണിത്? ഇങ്ങനെയുണ്ടോ? ഇവിടുത്തെ ഒരു വർത്താനമില്ല. ഇത് നാട്ടിലെ ജനങ്ങൾക്ക് കേൾക്കണ്ടെന്നേ. ജനം പുച്ഛിച്ച് തള്ളുകയാണ് ഈ പ്രസ്താവനകളൊക്കെ. ഇവരിങ്ങനെ ഘോരഘോരം നേതാക്കന്മാർ നടത്തുന്ന ഇതെല്ലാം ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കുകയേ വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നല്ലാണ് ഞങ്ങളിവിടെ നോക്കുന്നത്. അതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അനിമൽ അറ്റാക്കിൻ്റെ വിഷയം ഏറ്റെടുക്കാത്ത ഒരു സർക്കാരും ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് ആത്മാർത്ഥമായി ഈ പ്രശ്നപരിഹാരത്തിന് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പദ്ധതി വെച്ച് ഇത്ര കോടി രൂപ ഞങ്ങളിതിന് ചെലവഴിക്കും എന്ന് പറയുന്നിടത്തേക്ക് ആരാണോ സത്യസന്ധമായി പറയുന്നത് അത് എഴുതി വാങ്ങും ഞങ്ങൾ. മനസ്സിലായോ? 103 കർഷക സംഘടനകളുണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ആ സംഘടനകളുടെ ഒരു ഐക്യവേദി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഐക്യവേദിക്ക് മുന്നിൽ ആരാണോ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ 1-ാമത്തെ കാര്യമായിട്ട് ഈ 3000 ചില്ലാനം കോടി രൂപ ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞങ്ങളിതിൽ ചെലവിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ആ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നത് അവരോടെ മലയോര കർഷകർക്ക് ചർച്ചയുള്ളൂ. PV അൻവർ രാജിവെച്ചിട്ടില്ലെങ്കിൽ ആരിത് ചർച്ച ചെയ്യാൻ? ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ചർച്ച ചെയ്യാൻ വരുന്നുണ്ടോ? അവിടെയാണ് ഇതിൻ്റെ വിഷയം. അത് ജനങ്ങൾ അറിയുന്നുണ്ട്.